നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് നമുക്ക് വേണ്ടി ലോകത്തിലെ 800 കോടി ആൾക്കാർക്കും വേണ്ടി ശ്രേഷ്ഠനായ ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള പരിഹാരവും ആയതുകൊണ്ടാണ് അത് ഏറ്റവും പ്രബലവും പ്രശസ്തവും അതിനെ എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്നു എന്ന അറിവിലേക്ക് നമ്മൾ എത്തി എന്നാണ് ഞാൻ കരുതുന്നത്. അഷ്ടവക്രഗീത, ഹംസഗീത, ഇങ്ങനെ പലതരത്തിലുള്ള ഗീതകളുണ്ട്. എന്നാൽ ഭഗവത്ഗീതയാണ് അമ്മ എന്നറിയപ്പെടുന്നത്. നമ്മോടൊപ്പം ശ്രീഹരി വാസുദേവൻ സാറുണ്ട്. അദ്ദേഹം ഭഗവത്ഗീത പ്രചാരകനാണ്. എന്താണ് സാർ ഭഗവത്ഗീതയെ അമ്മ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം? സത്യത്തിൽ ആ ചോദ്യത്തിന് ഒരു ഡയറക്റ്റ് ഉത്തരം എനിക്ക് അറിയില്ല. എന്ന് വെച്ചാൽ അറിയില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അമ്മ എന്ന് പറയുന്നതിൻ്റെ അപ്പുറം വേറെ എന്തെങ്കിലും ഈ ലോകത്തിലുണ്ടോ അറിയില്ല. ഒരുപക്ഷെ ഭഗവത്ഗീതയെ നെഞ്ചോട് ചേർത്ത ആരെങ്കിലും ആയിരിക്കും ഭഗവത്ഗീതയെ മാത്രമായിട്ട് പറയാം എന്നങ്ങനെ ഞാൻ ഒരിക്കലും കരുതുന്നില്ല. എങ്കിലും ഗീതാധ്യാന ശ്ലോകത്തിൽ ഭഗവത്ഗീതയെ അമ്മയെന്ന് വിളിക്കുന്നുണ്ട്. ഭഗവത്ഗീതയെ ഭവദ്വേഷിണി, അതായത് അമ്മയായിട്ടാണ് ഭഗവത്ഗീത. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങൾക്കും എന്ത് കാര്യത്തിനും നമുക്ക് പരിഹാരമുള്ള, നമ്മളോട് ക്ഷമിക്കുന്ന ഒരു കോടതിയാണ് അമ്മ. അമ്മയുടെ അപ്പുറം നമുക്കറിയാം, നമ്മുടെ ആദ്യത്തെ മാതാപിതാ ഗുരു ദൈവം, നമ്മുടെ ആദ്യത്തെ ഗുരുവാണ് അമ്മ. അപ്പോ അമ്മയെ നമുക്ക് ഭഗവത്ഗീത നമുക്ക് അത്രയും അറിവ് തരുന്നെങ്കിൽ ഭഗവത്ഗീതയെ അമ്മയെന്ന് വിളിക്കാൻ സർവ്വതാ ഭഗവത്ഗീത യോഗ്യയാണ് അമ്മ എന്നുള്ള നിലയ്ക്ക്. മറ്റ് ഗീതകളെ അങ്ങനെ വിളിക്കരുത് എന്നാരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ഞാൻ ഒരിക്കലും കരുതുന്നില്ല. പിന്നെ ഒരു കാര്യം നമ്മൾ അവിടെ നോക്കി കാണേണ്ടത്, ലോകത്തിൽ ഏറ്റവും പ്രചാരമുള്ളത് ഭഗവത്ഗീത ആയതുകൊണ്ട്, ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ പേര് കേട്ടിട്ടുള്ളത് കൊണ്ടും നമ്മൾ കേട്ടത് ഭഗവത്ഗീതയെ വിളിക്കുന്നതാകാം. നമുക്ക് അറിവ് തരുന്ന, നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നതൊക്കെ നമുക്ക് അമ്മയാണ്, നമുക്ക് ഗുരുവാണ്. അതുകൊണ്ട് ഇതിനെ അമ്മ എന്ന് വിളിക്കല്, ഗുരു എന്ന് വിളിക്കല്, അങ്ങനെ പറയുന്നതിൽ ഒരു യുക്തിഭദ്രത ഞാൻ കാണുന്നില്ല. കാര്യം നമ്മളെ നന്മയിലേക്ക് നയിക്കുന്നത്, നമ്മളെ അറിവിലേക്ക് നയിക്കുന്നത്, ചേർത്തു പിടിക്കുന്നത് എല്ലാം അമ്മയാണ്, എല്ലാം ഗുരുവാണ്. അപ്പൊ അവിടെ നിരവധിയായ ഗീതകളുണ്ട്. ഇപ്പൊ നമ്മൾ സൂചിപ്പിച്ച ഹംസഗീത, അഷ്ടവക്രഗീത, ഭഗവത്ഗീത, അതില് വൺ ഓഫ് ദി, അതായത് ഏറ്റവും പരമമായ അറിവിന്റെ, നമ്മൾ സാധാരണക്കാർക്കൊക്കെ മനസ്സിലാക്കാൻ ഏറ്റവും ബുദ്ധിമുട്ടുണ്ടെന്ന് കരുതുന്ന, അല്ലെങ്കിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങളിൽ ഉപദേശിക്കപ്പെട്ടിട്ടുള്ളതായി ഇതിൽ പലതും. അപ്പോ മങ്കി ഗീത എന്ന് പറഞ്ഞൊരു ഗീതയുണ്ട്. മങ്കി ഗീത ഒരു ഗീതയുടെ പേരാണ്. അപ്പൊ അതിൽ അഷ്ടാവക്രഗീതയെ കുറിച്ച് മാത്രം ഞാൻ പറഞ്ഞത് കൊണ്ടൊന്ന് സൂചിപ്പിക്കാന്ന് കരുതുന്നു. അഷ്ടാവക്രഗീത രണ്ട് ജ്ഞാനികൾ തമ്മിലുള്ള സംഭാഷണമാണ്. ജ്ഞാനിയായ അഷ്ടാവക്ര മഹർഷിയും രാജശ്രീയായ, അദ്ദേഹം രാജാവാണ്, അതേ സമയത്ത് തന്നെ ജ്ഞാനിയുമായിട്ടുള്ള അഷ്ടാവക്ര മഹർഷിയും ജനക മഹാരാജാവും തമ്മിലുള്ള രണ്ട് ജ്ഞാനികളുടെ സംഭാഷണമാണ് അഷ്ടാവക്രഗീത. അഷ്ടാവക്രഗീത തുടങ്ങുന്നത് കഥം ജ്ഞാനമാപ്നോതി കഥം മുക്തിർഭവിഷ്യതി ഏതത് ബ്രൂഹി മമ പ്രഭോ എന്ന് ജ്ഞാനിയായ ജനക മഹാരാജാവ് പരമജ്ഞാനിയായ അഷ്ടാവക്ര മഹർഷിയോട് ചോദിക്കുന്ന ചോദ്യത്തോടു കൂടിയാണ്. കേട്ടിട്ടുണ്ട്, രാമകൃഷ്ണദേവൻ തൻ്റെ എത്രയോ ശിഷ്യന്മാരിൽ വിവേകാനന്ദ സ്വാമിജിക്ക് മാത്രമാണ് അഷ്ടാവക്രഗീത ഉപദേശിച്ചു കൊടുത്തതെന്ന്. ജീവിതത്തിൽ അഷ്ടാവക്രഗീത പഠിക്കാൻ ഒരു പ്രാവശ്യം അവസരം ഉണ്ടായിട്ടുണ്ട്. കേട്ടപ്പോഴെല്ലാം മനസ്സിലായി എന്ന് തോന്നുന്നു. 30 ദിവസത്തെ പഠനം കഴിഞ്ഞ് പിന്നെ നോക്കുമ്പോഴാണ് എല്ലാം ഇങ്ങനെ ബൗൺസ് ആയിട്ട് പോകുന്നു. അത്രയ്ക്കും അതിന്റെ തലം വേറെയാണ്. രണ്ട് ജ്ഞാനികളുടെ സംഭാഷണമാണ്. രണ്ട് ജ്ഞാനികൾ ചെറിയ ജ്ഞാനികളല്ല. ഒന്ന് അഷ്ടാവക്ര മഹർഷി, അറിവിന്റെ അവസാന വാക്കെന്ന് പറയാം. മറ്റേ സൈഡിൽ ജനക മഹാരാജാവ്. പിന്നെ ഭഗവത്ഗീതയുടെ എന്ന് പറഞ്ഞാൽ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ സാധാരണക്കാരനായ നമ്മുടെയൊക്കെ ഇടയിലുള്ള ഒരു അർജുനൻ, നമ്മുടെയൊക്കെ ഇടയിൽ എന്ന് പറഞ്ഞാൽ വ്യാവഹാരിക തലത്തിലുള്ള ഒരു വ്യക്തി, നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ്, അബ്സല്യൂട്ട്ലി നമ്മുടെ ഒരു റെപ്രസെന്റേറ്റീവ് നമുക്ക് വേണ്ടി ലോകത്തിലെ 800 കോടി ആൾക്കാർക്കും വേണ്ടി ശ്രേഷ്ഠനായ ഗുരുവിനോട് ചോദിക്കുന്ന ചോദ്യവും അതിനുള്ള പരിഹാരവും ആയതുകൊണ്ടാണ് അത് ഏറ്റവും പ്രബലവും പ്രശസ്തവും അതിനെ എല്ലാവരും അമ്മ എന്ന് വിളിക്കുന്നു എന്ന അറിവിലേക്ക് നമ്മൾ എത്തി എന്നാണ് ഞാൻ കരുതുന്നത്. അപ്പോൾ താങ്കൾ ഈ ഭഗവത്ഗീത പഠിപ്പിച്ചു കൊടുക്കാറുണ്ടോ? അതായത് ഭഗവത്ഗീതയും ഭഗവത്ഗീതയിലെ സാരോപദേശങ്ങളും ഒക്കെ? തീർച്ചയായിട്ടും. ഞാൻ നിലവിൽ 2 കാര്യങ്ങളാണ് പ്രധാനമായിട്ട് ചെയ്യുന്നത്. ഒന്ന്,
ഭഗവത്ഗീത പഠിക്കാൻ താല്പര്യമുള്ളത്, അത് പ്രധാനമായിട്ട് നമ്മൾ ഗ്രൂപ്പായിട്ടാണ് 50-100 പേരൊക്കെയുള്ള ഗ്രൂപ്പ് ഓൺലൈനായിട്ട് പഠിപ്പിക്കാറുണ്ട്. ഭഗവത്ഗീത പഠിക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് താല്പര്യമുള്ളവർക്ക് അതിനൊരു ചെറിയ ദക്ഷിണയൊക്കെ വാങ്ങാറുണ്ട്. ഇനിയും ഇന്നുവരെയും നമ്മുടെ അടുക്കൽ പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ, നമ്മുടെ ഓർഗനൈസേഷൻ്റെ പേര് ദി മോക്ഷ ലൈഫ് ഫൗണ്ടേഷൻ എന്നാണ്. പൈസ ഇല്ലാത്തതിൻ്റെ പേരിൽ ഒരാൾക്ക് പോലും നമ്മൾ ഭഗവത്ഗീത പഠനം നിഷേധിച്ചിട്ടില്ല. പിന്നെ എന്തിന് ദക്ഷിണ വാങ്ങുന്നു എന്ന് ചോദിച്ചാൽ, വരുന്ന ആളിനോട് ഇതിനെക്കുറിച്ചൊരു ഉത്തരവാദിത്വം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മൾ അടുത്ത മാസം സെപ്റ്റംബർ 21 ഭഗവത്ഗീതയുടെ ഒരു പുതിയ ബാച്ച് തുടങ്ങുന്നുണ്ട്. ലോകത്തിലുള്ള ആർക്ക് വേണമെങ്കിലും, ഇതിൻ്റെ ഒരു പ്രത്യേകത, നമ്മളിത് ഓൺലൈനായിട്ട് വാട്സപ്പും സൂമും ആയതുകൊണ്ട് ഏത് സമയത്ത് 24 മണിക്കൂറിൽ എപ്പോൾ വേണമെങ്കിലും വീട്ടിലിരുന്ന് ഇത് കേട്ടു പഠിക്കാനുള്ള അവസരമുണ്ട്. ഒരു ദിവസത്തെ ക്ലാസ് ഒരു 7 മിനിറ്റ് മുതൽ 9 മിനിറ്റ്, നമുക്ക് 24 മണിക്കൂറിൽ ഒരു 7 മിനിറ്റ് 9 മിനിറ്റ് ഒക്കെ നമുക്ക് വേണ്ടിയുള്ള ഏതൊരു അർജുനനും ഈ ക്ലാസ്സിന് ചേരാം. അപ്പോൾ അത് തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ ഇവിടെ കൊടുക്കുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ അതിനെക്കുറിച്ച് അറിയിക്കും. രണ്ടാമത്തെ ഒന്ന് ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്, പിന്നെ സൈക്കോളജിക്കൽ ഓൺലൈൻ കൗൺസിലിംഗ്. ലൈഫ് ട്രാൻസ്ഫോർമേഷൻ പ്രധാനമായിട്ട് ഇൻഡിവിജ്വലാണ്. അപ്പോൾ ഭഗവത്ഗീതയുമായി ബന്ധപ്പെടുത്തിയിട്ടാണോ ലൈഫ് ട്രാൻസ്ഫോർമേഷൻ ക്ലാസ്? എന്റെ എല്ലാ ക്ലാസ്സും ഭഗവത്ഗീതയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ്. ഭഗവത്ഗീത ഇൻ പ്രാക്ടിക്കൽ ലൈഫ് എന്നുള്ളതാണ് എന്റെ ക്ലാസിന്റെ പേര് തന്നെ. വിദേശ രാജ്യങ്ങളിൽ പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ പേര് ഇന്ത്യക്ക് പുറത്തുനിന്ന് വന്നിട്ടുള്ളത് അമേരിക്കയിൽ നിന്നാണ്, ജർമ്മനി, അയർലൻഡ്. അപ്പൊ അവർക്ക് ഇതിനെപ്പറ്റി അറിയാൻ താല്പര്യം, അവർക്ക് അവരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നം, ഇപ്പോൾ ഒരാള് ദുബായിൽ നിന്ന് വന്ന ഒരാൾ 2 വർഷമായിട്ട് ഉറക്ക ഗുളിക മാത്രം കഴിച്ചുകൊണ്ട് ഉറങ്ങാൻ സാധിക്കുന്ന ഒരാളായിരുന്നു. അവർക്ക് ഉറക്ക ഗുളിക കഴിച്ചാലേ ഉറങ്ങാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എന്നോട് സാധിച്ചു, സാറേ സൊല്യൂഷൻ ഉണ്ടോ എന്ന് പറഞ്ഞ് നമ്മുടെ ഒരു 21 ദിവസത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ വളരെ മനോഹരമായിട്ട് ഒരു പക്ഷേ കിടന്ന ഉടനെ ഉറങ്ങുന്ന തരത്തിലേക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. പിന്നെ സൈക്കോളജിക്കൽ കൗൺസിലിംഗ് ഓൺലൈനായിട്ട്. ഒരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഭഗവത്ഗീത ഒരു മെഡിസിനൽ അബ്സല്യൂട്ട്ലി ഒരു സൈക്കോളജിക്കൽ തലത്തിൽ. അതെ. അപ്പോൾ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, എങ്ങനെയാണ് അർജുനന് ഒരു ട്രാൻസ്ഫോർമേഷൻ, ഒരു മാറ്റം ഉണ്ടാവുന്നത്? തീർച്ചയായിട്ടും അതാണ് നമ്മുടെ ഈ ഭഗവത്ഗീതയുടെ മൊത്തം കാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ അർജുനനെ കാണും, തൻ്റെ ആയുധമൊക്കെ താഴെ വെച്ചിട്ട് എന്ത് ചെയ്യണമെന്നറിയാതെ മനസ്സ് കലങ്ങി കണ്ണിൽ നിന്ന് കണ്ണീരൊക്കെ ഒലിച്ച് ആയുധം താഴെ വെച്ച അർജുനൻ. ഈ ഉപദേശം കേട്ടു മനസ്സിലാക്കി അർജുനനോട് ഭഗവാൻ പറയും, ഞാൻ ഈ പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും മനോഹരമായ അറിവാണ്. ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഹ്യാത് ഗുഹ്യതരം മയ വിമർശയിതത് അശേഷേണ യഥേച്ഛസി തഥാ ഗുരു എന്ന് പറയും. അർജുനൻ 2 വടിയെടുത്ത് ഭഗവാൻ അടി കൊടുത്തില്ല. ഭഗവാൻ പറഞ്ഞു, ഞാൻ ഈ പറഞ്ഞു തന്നത് ലോകത്തിലെ ഏറ്റവും പരമപവിത്രമായ അറിവാണ്. അത് നീ നിന്റെ ജീവിതത്തിൽ പകർത്തിയാൽ, നിനക്ക് ബോധ്യപ്പെട്ടാൽ നീ പകർത്തിയാൽ നിനക്ക് വിജയമാണ്. ഇത് കേട്ടിട്ട് അർജുനൻ പറയുന്ന ഒരു ഇതുണ്ട്, നഷ്ടോ മോഹ സ്മൃതിർലബ്ധ എന്ന് അർജുനൻ ഭഗവാനോട് പറയുന്നുണ്ട്. അതായത് എനിക്ക് എൻ്റെ ഈ നേരത്തെയുള്ള മാനസിക തലത്തെയൊക്കെ ഞാൻ ഇതാ മറികടന്നു കഴിഞ്ഞു. അതുകൊണ്ട് എനിക്ക് എൻ്റെ ജീവിതത്തിൽ ത്വത്പ്രസാദാന്മയ അച്യുത, ആ അച്യുതൻ്റെ, ആ നാശമില്ലാത്തവൻ്റെ കൃപ കൊണ്ട് എൻ്റെ ജീവിതം ഇതാ മെച്ചപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എന്നെ ഇതുവരെ കേട്ട നിങ്ങൾക്ക് ഏവർക്കും ആ അച്യുതൻ്റെ, ആ നാശമില്ലാത്തവൻ്റെ, നാശത്തിലേക്ക് പോയേക്കാവുന്ന ഒരുവനെയൊക്കെ രക്ഷിക്കാൻ കഴിവുണ്ടെന്ന് നാം കരുതുന്ന ആ സാക്ഷാൽ ഭഗവാന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ. ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളുടെ ഏവരുടെയും ജീവിതം ഒരുപാട് മെച്ചപ്പെടട്ടെ. ഒരുപാട് സന്തോഷം, ഏറെ ഇഷ്ടം. താങ്ക് യു സോ മച്ച്. സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല, സമ്പൂർണ്ണ ജാതകം 250 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. ABC മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ അവസരമാണിത്. നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി 75 പേജുകളടങ്ങിയ ജാതകം, നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്ന പരിഹാരങ്ങളും ഉൾപ്പെടെ 250 രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക. ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ ABC ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക.